ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഇന്നത്തെ സുവിശേഷമായ യോഹന്നാന്റെ സുവിശേഷം കേൾക്കാൻ എളുപ്പമുള്ള സുവിശേഷമല്ല. തിരസ്കരണം, വെറുപ്പ്, പുറത്താക്കൽ, പീഡനം എന്നിവയെക്കുറിച്ച് യേശു സംസാരിക്കുന്നു. അവർ നിങ്ങളെ പള്ളികളിൽ നിന്ന് പുറത്താക്കും. നിങ്ങളെ കൊല്ലുന്നവൻ ദൈവത്തിന് ആരാധന അർപ്പിക്കുന്നുവെന്ന് കരുതും. ഇവ വേദനാജനകമായ വാക്കുകളാണ്. എന്നാൽ ഏറ്റവും മനോഹരമായ കാര്യം ഇതാണ്. യേശു ഈ വാക്കുകൾ പറയുന്നത് തന്റെ ശിഷ്യന്മാരെ ഭയപ്പെടുത്താനല്ല, മറിച്ച് അവരെ ഒരുക്കാനാണ്. നിങ്ങൾ വീണുപോകാതിരിക്കാനാണ് ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞത്. യേശു മനുഷ്യഹൃദയത്തെ അറിയുന്നു. കഷ്ടപ്പാടുകൾ നമ്മെ ആശയക്കുഴപ്പത്തിലാക്കുമെന്ന് അവനറിയാം. തിരസ്കരണം നമ്മെ നിരുത്സാഹപ്പെടുത്തും. അംഗീകരിക്കപ്പെടാൻ വേണ്ടി സത്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ എതിർപ്പിന് നമ്മെ പ്രലോഭിപ്പിക്കാൻ കഴിയും. അതിനാൽ കൊടുങ്കാറ്റ് വരുന്നതിനു മുമ്പ് യേശു തന്റെ ശിഷ്യന്മാരെ 2 ദാനങ്ങളുമായി ഒരുക്കുന്നു. സത്യം, പരിശുദ്ധാത്മാവ്. അവൻ വാഗ്ദാനം ചെയ്യുന്നു. കാര്യനിർവാഹകൻ വരുമ്പോൾ സത്യത്തിന്റെ ആത്മാവ്. ലോകം അവരെ നിരസിച്ചേക്കാം, പക്ഷേ അവർ ഒരിക്കലും ഒറ്റയ്ക്കായിരിക്കില്ല. പരിശുദ്ധാത്മാവ് അവരെ ശക്തിപ്പെടുത്തുകയും നയിക്കുകയും ആശ്വസിപ്പിക്കുകയും വിശ്വസ്തത പുലർത്താൻ സഹായിക്കുകയും ചെയ്യും. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഈ സുവിശേഷം ഇന്ന് നമ്മുടെ ലോകത്തോട് ശക്തമായി സംസാരിക്കുന്നു. നമ്മൾ ജീവിക്കുന്നത് ആഴത്തിലുള്ള ധ്രുവീകരണത്തിന്റെ ഒരു യുഗത്തിലാണ്. ജനങ്ങൾ രാഷ്ട്രീയം, മതം, ജാതി, ഭാഷ, പ്രത്യയശാസ്ത്രം എന്നിവയാൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ അവർക്കെതിരെ എന്ന് നമ്മൾ കേൾക്കുന്ന എല്ലായിടത്തും. മെല്ലെ മെല്ലെ ആളുകൾ പരസ്പരം മനുഷ്യരായി കാണുന്നത് നിർത്തുന്നു. അവർ ലേബലുകൾ, ഗ്രൂപ്പുകൾ, ശത്രുക്കൾ എന്നിവ മാത്രം കാണാൻ തുടങ്ങുന്നു. മതത്തിന്റെ പേരിൽ വിദ്വേഷം ന്യായീകരിക്കപ്പെടുന്നു. വിഭാഗീയത ഒരു തന്ത്രമായി മാറുന്നു. കോപം ശക്തിയായി ആഘോഷിക്കപ്പെടുന്നു. യേശു മുന്നറിയിപ്പ് നൽകുന്ന അപകടമാണിത്. നിങ്ങളെ കൊല്ലുന്നവൻ ദൈവത്തിന് ആരാധന അർപ്പിക്കുന്നുവെന്ന് കരുതും. അഹങ്കാരം, ഭയം, മതഭ്രാന്ത് എന്നിവയാൽ മനുഷ്യർ അത്രയധികം വിഴുങ്ങാൻ സാധ്യതയുണ്ട്. വെറുപ്പിനെ വിശുദ്ധിയായി തെറ്റിദ്ധരിക്കാൻ തുടങ്ങും. ദൈവത്തെ സംരക്ഷിക്കുകയാണെന്ന് വിശ്വസിച്ചിരുന്ന മതവിശ്വാസികളാണ് യേശുവിനെ കുരിശിൽ തറച്ചത്. ആ അപകടം ഇന്നും നിലനിൽക്കുന്നു. മതം കാരുണ്യം നഷ്ടപ്പെടുമ്പോഴെല്ലാം, രാഷ്ട്രീയം മനുഷ്യന്റെ അന്തസ്സിനേക്കാൾ പ്രധാനമാകുമ്പോഴെല്ലാം, ദൈവനാമം വിദ്വേഷം പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കുമ്പോഴെല്ലാം, സത്യത്തിന്റെ ആത്മാവ് ഇല്ല. കാരണം പരിശുദ്ധാത്മാവ് ഒരിക്കലും വിദ്വേഷം പഠിപ്പിക്കുന്നില്ല. ആത്മാവ് ഒരിക്കലും ആളുകളെ മനുഷ്യത്വരഹിതമാക്കുന്നു. ആത്മാവ് എപ്പോഴും സത്യം, നീതി, കരുണ, വിനയം, അനുരഞ്ജനം എന്നിവയിലേക്ക് നയിക്കുന്നു. എമ്പുരാനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ നമ്മളിൽ പലരും അടുത്തിടെ കേട്ടിട്ടുണ്ട്. അത്തരം കഥകൾ ആളുകളെ ആഴത്തിൽ ബാധിക്കുന്ന ഒരു കാരണം അവ വേദനാജനകമായ ഒരു യാഥാർത്ഥ്യത്തെ പ്രതിഫലിപ്പിക്കുന്നു എന്നതാണ്. ശക്തി, ഭയം, മതം, രാഷ്ട്രീയം എന്നിവ ധാർമ്മികതയില്ലാതെ കൂടിച്ചേരുമ്പോൾ സാധാരണക്കാർ കഷ്ടപ്പെടുന്നു. സമൂഹങ്ങൾ വിഭജിക്കപ്പെടുന്നു. വിശ്വാസത്തെ സംശയം മാറ്റിസ്ഥാപിക്കുന്നു. ആളുകൾ പരസ്പരം സഹോദരീ സഹോദരന്മാരായി കാണുന്നത് നിർത്തുന്നു. എന്നാൽ സത്യത്തിന്റെ ആത്മാവ് ഉള്ളിടത്ത് എല്ലായ്പ്പോഴും കരുണ, നീതി, കരുണ എന്നിവ ഉണ്ടാകും. അടുത്തിടെ തിരഞ്ഞെടുപ്പ് ഫലത്തിനു ശേഷം ചിലർ ആഘോഷിച്ചു, മറ്റുള്ളവർ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠയോ അനിശ്ചിതത്വമോ അനുഭവിച്ചു. എന്നാൽ ഇന്ന് യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ ആഴമേറിയ സുരക്ഷ രാഷ്ട്രീയ ശക്തിയിൽ നിന്നല്ല വരുന്നത്. അത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് വരുന്നത്. ഗവൺമെന്റുകൾ മാറുന്നു. രാഷ്ട്രീയ തതുക്കൾ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു. പൊതുജനാഭിപ്രായം വേഗത്തിൽ മാറുന്നു. എന്നാൽ സത്യത്തിന്റെ ആത്മാവ് വിശ്വസ്തമായി തുടരുന്നു. ചിലപ്പോൾ അടച്ച വാതിലുകൾ പോലും ശുദ്ധീകരണത്തിന്റെ നിമിഷങ്ങളായി മാറിയേക്കാം. അവിടെ ദൈവം തന്റെ ജനത്തെ ആഴമേറിയ വിശ്വാസത്തിലേക്കും കൂടുതൽ ഐക്യത്തിലേക്കും കൂടുതൽ ആധികാരിക സാക്ഷ്യത്തിലേക്കും തിരികെ വിളിക്കുന്നു. ആദിമ ക്രിസ്ത്യാനികൾക്ക് രാഷ്ട്രീയമായി വളരെ കുറച്ച് തുറന്ന വാതിലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആത്മീയമായി അവർ ലോകത്തെ മാറ്റിമറിച്ചു. എങ്ങനെ? അക്രമത്തിലൂടെയല്ല, ആധിപത്യത്തിലൂടെയല്ല, വെറുപ്പിലൂടെയല്ല, എന്നാൽ വിശുദ്ധിയിലൂടെയും ഐക്യത്തിലൂടെയും സേവനത്തിലൂടെയും ക്ഷമയിലൂടെയും ധൈര്യത്തിലൂടെയും. ആളുകൾ അവരെ നോക്കി പറഞ്ഞു, അവർ പരസ്പരം എങ്ങനെ സ്നേഹിക്കുന്നു എന്ന് നോക്കൂ. അത് അവരുടെ ഏറ്റവും വലിയ സാക്ഷ്യമായി മാറി. ഒരുപക്ഷേ ഇന്നും ക്രിസ്തുമതത്തിന്റെ ഏറ്റവും വലിയ പ്രതിരോധം ഉച്ചത്തിലുള്ള വാദങ്ങളല്ല,
മറിച്ച് ആഴത്തിലുള്ള വിശുദ്ധിയാണ്. ഒരു ഇന്ത്യൻ ഗ്രാമത്തിൽ നടന്ന വർഗീയ അക്രമത്തിനിടെ കോപാകുലരായ ഒരു ജനക്കൂട്ടം മറ്റൊരു മതത്തിൽ നിന്നുള്ള കുടുംബങ്ങളെ അന്വേഷിക്കുകയായിരുന്നു. ഭയഭരിതനായ ഒരു യുവാവ് വൃദ്ധയായ ഒരു ക്രിസ്ത്യൻ വിധവയുടെ വീട്ടിലേക്ക് ഓടി. അയാൾ മറുവശത്ത് നിന്നുള്ളവനായിരുന്നു. താമസിയാതെ ആൾക്കൂട്ടം അവളുടെ വാതിൽക്കൽ എത്തി വിളിച്ചു പറഞ്ഞു, അവൻ അകത്തുണ്ടോ? ജപമാലയും പിടിച്ചുകൊണ്ട് വൃദ്ധ വാതിൽക്കൽ വിറച്ചു നിന്നു. അപ്പോൾ അവൾ പറഞ്ഞു, ഈ വീട്ടിൽ ശത്രുക്കളില്ല, ദൈവമക്കൾ മാത്രം. ജനക്കൂട്ടം പോയി. പിന്നീട് ആ യുവാവ് അവളോട് ചോദിച്ചു, നീ എന്തിനാണ് എനിക്ക് വേണ്ടി ജീവൻ പണയപ്പെടുത്തിയത്? അവൾ മറുപടി പറഞ്ഞു, കാരണം ഞാൻ ഏതു മതത്തെ സ്നേഹിക്കണമെന്ന് യേശു എന്നോട് ഒരിക്കലും ചോദിച്ചിട്ടില്ല. അതാണ് സുവിശേഷം. അതാണ് സത്യത്തിന്റെ ആത്മാവ്. പരിശുദ്ധാത്മാവ് ഗോത്ര ക്രിസ്ത്യാനികളെ സൃഷ്ടിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് കരുണയുള്ള ക്രിസ്ത്യാനികളെ സൃഷ്ടിക്കുന്നു. മദർ തെരേസ ഒരിക്കൽ പറഞ്ഞു, നമുക്ക് സമാധാനമില്ലെങ്കിൽ നമ്മൾ പരസ്പരം ഉൾപ്പെട്ടവരാണെന്ന് നാം മറന്നുപോയതുകൊണ്ടാണ്. വിശുദ്ധ ഓസ്കാർ റൊമേറോ മുന്നറിയിപ്പ് നൽകി. പീഡനം സഹിക്കാതെ വളരെയധികം പദവികൾ ആസ്വദിക്കുന്ന ഒരു സഭ സൂക്ഷിക്കുക, അത് യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ സഭയല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഇന്നത്തെ ഏറ്റവും വലിയ പ്രലോഭനങ്ങളിലൊന്ന് രാഷ്ട്രീയം സുവിശേഷത്തേക്കാൾ നമ്മുടെ ഹൃദയങ്ങളെ രൂപപ്പെടുത്താൻ അനുവദിക്കുക എന്നതാണ്. എന്നാൽ നമ്മുടെ സ്വത്വം ഒരു രാഷ്ട്രീയ പാർട്ടിയിലോ ഒരു പ്രത്യയശാസ്ത്രത്തിലോ ഒരു ഗോത്രത്തിലോ അല്ല. ആദ്യം നമ്മുടെ ഏറ്റവും ആഴമേറിയ സ്വത്വം ക്രിസ്തുവിലാണ്. ദൈവരാജ്യം എല്ലാ രാഷ്ട്രീയ വ്യവസ്ഥിതികളെക്കാളും വലുതാണ്. അതായത് ക്രിസ്ത്യാനികൾ ആത്മീയമായി സ്വതന്ത്രരായിരിക്കണം. നല്ലതിനെ വിലമതിക്കാനുള്ള സ്വാതന്ത്ര്യം, അനീതിയെ വെല്ലുവിളിക്കാനുള്ള സ്വാതന്ത്ര്യം, എല്ലാ വശങ്ങളിലുമുള്ള ആളുകളെ സ്നേഹിക്കാനുള്ള സ്വാതന്ത്ര്യം. യേശു നമ്മെ വ്യത്യസ്തമായ ഒരു പാതയിലേക്ക് വിളിക്കുന്നു. വെറുപ്പല്ല, നിശബ്ദതയല്ല, പക്ഷേ സ്നേഹത്തോടെ സംസാരിക്കുന്ന ധീരമായ സത്യം. കാരണം ധ്രുവീകരണം കോപത്തിന് പ്രതിഫലം നൽകുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് അനുരഞ്ജനം സൃഷ്ടിക്കുന്നു. ലോകം മതിലുകൾ പണിയുമ്പോൾ ആത്മാവ് പാലങ്ങൾ പണിയുന്നു. സമൂഹം സംശയം പഠിപ്പിക്കുമ്പോൾ ആത്മാവ് അനുകമ്പ പഠിപ്പിക്കുന്നു. രാഷ്ട്രീയം പറയുമ്പോൾ നിങ്ങളുടെ ശത്രുക്കളെ തോൽപ്പിക്കുക. യേശു പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുകയും നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. യേശു ഒരിക്കലും ജനപ്രീതി വാഗ്ദാനം ചെയ്തിട്ടില്ല. അവൻ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തു. സമൂഹം നമ്മെ നിരസിക്കുമ്പോൾ സത്യത്തിന്റെ ആത്മാവ് നമുക്ക് ശക്തി നൽകുന്നു. നമ്മെ കൈപ്പുള്ളവരായി മാറുന്നതിൽ നിന്ന് ആത്മാവ് തടയുന്നു. നമ്മെ തന്നെ വെറുക്കുന്നതിൽ നിന്ന് ആത്മാവ് സംരക്ഷിക്കുന്നു. കാരണം വെറുപ്പ് സഹിക്കാൻ മാത്രമല്ല, പകരം വെറുക്കപ്പെടാനും കഴിയും. അതുകൊണ്ടാണ് ഈ സുവിശേഷം വളരെ പ്രധാനമായിരിക്കുന്നത്. പീഡനം സഹിക്കാൻ യേശു നമ്മെ ഒരുക്കുക മാത്രമല്ല ചെയ്യുന്നത്, സഹിച്ചുകൊണ്ട് സ്നേഹത്തോടെ തുടരാൻ അവൻ നമ്മെ ഒരുക്കുന്നു. ആഴം കുറഞ്ഞ വേരുകളുള്ള ഒരു വൃക്ഷം ഒരു കൊടുങ്കാറ്റിൽ വീഴുന്നു. എന്നാൽ ആഴത്തിലുള്ള വേരുകളുള്ള ഒരു വൃക്ഷം അക്രമാസക്തമായ കാറ്റിനെ അതിജീവിക്കുന്നു. കൊടുങ്കാറ്റുകൾ തന്റെ ശിഷ്യന്മാരുടെ മേൽ വരുമെന്ന് യേശുവിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവൻ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തത്. ദൈവത്തിൽ ആഴത്തിൽ വേരുകൾ നിലനിർത്താൻ. നമ്മുടെ വേരുകൾ ലോകത്തിന്റെ അംഗീകാരത്തിലായിരിക്കുമ്പോൾ ഭയം നമ്മെ നശിപ്പിക്കുന്നു. എന്നാൽ നമ്മുടെ വേരുകൾ സത്യത്തിന്റെ ആത്മാവിലായിരിക്കുമ്പോൾ കൊടുങ്കാറ്റിലും നാം നിലകൊള്ളുന്നു. അതിനാൽ ഇന്ന് നമുക്ക് സ്വയം സത്യസന്ധമായി ചോദിക്കാം, സുവിശേഷത്തെക്കാൾ രാഷ്ട്രീയമോ പ്രത്യയശാസ്ത്രമോ എന്റെ ഹൃദയത്തെ രൂപപ്പെടുത്താൻ ഞാൻ അനുവദിച്ചിട്ടുണ്ടോ? എന്റെ വാക്കുകൾ, സന്ദേശങ്ങൾ, സോഷ്യൽ മീഡിയ എന്നിവയിലൂടെ ഞാൻ ഭിന്നത പ്രചരിപ്പിക്കുന്നുണ്ടോ? ഞാൻ എല്ലാ മനുഷ്യരെയും ക്രിസ്തു സ്നേഹിക്കുന്ന ഒരാളായി കാണുന്നുണ്ടോ? നമ്മൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് അവൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നതിനാൽ പരിശുദ്ധാത്മാവിനെ സത്യത്തിന്റെ ആത്മാവ് എന്ന് വിളിക്കുന്നു. ദൈവമക്കളെ, സഹോദരന്മാരെ, ഒരു മനുഷ്യ കുടുംബം, ലോകം വിഭജിക്കപ്പെട്ടേക്കാം, രാഷ്ട്രീയം മാറിയേക്കാം, ഭയം വളർന്നേക്കാം. എന്നാൽ സത്യത്തിന്റെ ആത്മാവ് ഇപ്പോഴും സഭയോടൊപ്പം നടക്കുന്നു. ക്രിസ്തുക്കൾ വിദ്വേഷം നിരസിക്കുമ്പോൾ, കരുണ തിരഞ്ഞെടുക്കുമ്പോൾ, സത്യത്തിനു വേണ്ടി നിലകൊള്ളുമ്പോൾ, എല്ലാ അതിരുകൾക്കും അപ്പുറമുള്ള സ്നേഹം, ക്രിസ്തുവിന്റെ വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കുന്നത് തുടരുന്നു. ആമേൻ.